അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്താലോ? വേറെങ്ങും പോകാനല്ല, ഷോപ്പിങ്ങിന് പോകാനാണ്. അപ്പോൾ ഇവിടെ സീസണൊക്കെ മാറി, ഓട്ടം സീസണായി. ജാക്കറ്റ് റേറ്റൊക്കെ പതുക്കെ നോക്കാൻ തുടങ്ങി. ഒത്തിരി തണുപ്പില്ലാത്ത കാരണം ഒരു ഡെനിം ജാക്കറ്റ് എടുത്തു വെച്ചു. പിന്നെ ഡ്രസ്സുകൾ നോക്കാൻ തുടങ്ങി. ഇനിയിപ്പം സമ്മർ ഡ്രസ്സൊക്കെ ഒരു സൈഡിൽ മാറ്റി വെക്കണം, വിൻ്ററിന് പറ്റുന്ന ഡ്രസ്സുകൾ എടുക്കണം. അങ്ങനെ ഞാൻ തപ്പി ഏതിടുമെന്ന് ആലോചിച്ച് തപ്പി നിന്നപ്പം കറക്റ്റ് വലിയ ഷോപ്പിങ്ങിനിടാൻ പറ്റിയ ഡ്രസ്സ് തന്നെ എൻ്റെ കൈ കിട്ടി. അതായത് ഒത്തിരി ആഡംബരങ്ങളൊന്നും ഇല്ലാത്തൊരു സാധാ ഔട്ട്ഫിറ്റ്. അപ്പം ഔട്ട്ഫിറ്റൊക്കെ സെലക്ട് ചെയ്തു. ഇവിടെ ഞങ്ങൾക്ക് ഓഫുള്ളപ്പോഴാണ് ഞങ്ങൾ പോയി ഗ്രോസറി ഷോപ്പിംഗ് നടത്തുന്നത്. വലിയ മേക്കപ്പ് ഒന്നും വേണ്ട, മോയ്സ്ചറൈസർ മതി. അതെൻ്റെ നൈറ്റ് ക്രീമാണ്, പക്ഷേ ഞാൻ അത് തന്നെയാണ് ഡെയിലി യൂസ് ചെയ്യുന്നത്. മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും ഇട്ട് കണ്ണും എഴുതി. പിന്നെ ഇതെൻ്റെ ഡിയോഡറൻ്റാണ്, നല്ല ഡിയോഡറൻ്റാണ്, നല്ല കോൺഫിഡൻസ് തരുന്ന ഡിയോഡറൻ്റാണ്. അതെനിക്ക് ഒട്ടും സ്വെറ്റ് സ്മെല്ല് വരത്തില്ല. ഇതാണ് ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും കാലിൻ്റെ കണ്ണവരെ ഇറക്കമുണ്ട്. പിന്നെ ഡെനിം ജാക്കറ്റ് കൂടി ഇട്ട് കഴിയുമ്പം നല്ലൊരു ലുക്കാണ്. ബൂട്ട്സ് ഇടാമെന്ന് ഓർത്തു, അത് കഴിഞ്ഞ് പിന്നെ മനസ്സ് മാറ്റി. കാരണം അതിൽ കൂടെ എല്ലാം നടക്കേണ്ടതല്ലേ. അപ്പം ഞാൻ ട്രെയിനർ തന്നെ എടുത്തു. പിന്നെ ഒരു ക്യാഷ്വൽ ലുക്കിന് വേണ്ടിയിട്ട് ക്യാഷ്വൽ ബാഗ് തന്നെ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ടോമിയുടെ ഒരു ക്രോസ് ബോഡി ബാഗ് എടുത്തു. പിന്നെ എന്താ പെർഫ്യൂം അടിച്ചു. പിന്നെ ബാഗ് ബ്ലാക്ക് ആയത് കാരണം വാച്ചും ബ്ലാക്ക് തന്നെ മതിയെന്ന് തീരുമാനിച്ചു. അപ്പോഴത്തേക്കിനും ഹസ്ബൻഡ് റെഡിയായി എന്നെ വിളിച്ചു. പിന്നെ സമയമില്ലാതെ ഓടി വണ്ടിയെ കയറിയിരുന്നാണ് ഞാൻ എൻ്റെ വണ്ടിയിലിരുന്നാണ് ചെരുപ്പിട്ടത്. അപ്പം ദാറ്റ്സ് ഇറ്റ്, ബൈ.